പ്രിയപ്പെട്ട ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ആളുകൾ നന്നായി തുലനം ചെയ്യുമ്പോൾ അങ്ങനെ യുക്തിഭദ്രമായ ഒരു രാഷ്ട്രീയ ബോധമോ അറിവോ ഒന്നുമില്ലാത്തൊരാൾ തന്നെയാണ് ഞാൻ. എനിക്ക് വിശാലാർത്ഥത്തിൽ ഒരു അവലോകനമോ നിരീക്ഷണമോ അല്ലെങ്കിൽ സ്വന്തം നിലപാട് പ്രഖ്യാപിക്കാൻ പോലും ഞാൻ അശക്തനാണ്. പക്ഷെ ഒന്നുണ്ട്, എന്തിന് പിന്നെ ഈ വേദിയിൽ വന്നു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം എൻ്റെ മനസ്സിലുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഈ വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അതൊരു വലിയ സംഘടന തന്നെയാണ് ആശയപരമായി. പക്ഷെ എനിക്കിവിടെ എൻ്റെ ഈ ഒരു പട്ടണത്തിൽ ഈ ഒരു കടൽ തീരത്ത് വൈകുന്നേരത്ത് വന്നു നിൽക്കുമ്പോൾ അറിയാത്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനല്ല എനിക്കിഷ്ടം, അറിയുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. അറിയുന്ന ചെറിയ കാര്യങ്ങളിലൊന്ന്, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഈ നാടിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തായ പ്രദീപ് കുമാർ, പ്രദീപിനെ ഇത്തവണ നമുക്ക് ലോക്സഭയിലേക്ക് അയച്ചേ പറ്റൂ. ഈ കയ്യടി എൻ്റെ വാക്കുകൾക്കുള്ളതല്ല, പ്രദീപിനുള്ളതാണ്. കാരണം അയാൾ അത് 100% അർഹിക്കുന്നു എന്നതാണ് പരമമായ സത്യം. പ്രദീപിനെതിരെ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗയെക്കുറിച്ചോ അല്ലെങ്കിൽ മറുപക്ഷം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയപരമായ നിലപാടിനെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും തന്നെ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ വീടന് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, വീട്ടിലെ ഭാര്യ എന്ന് പറയുന്നത്. ഈ കഥാപാത്രം ഇന്ന് എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ്? നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തൊരു സാംസ്കാരിക സംഗമം, അത് നമ്മുടെ പ്രദീപിന് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമോ ആ രൂപത്തിലുള്ളതാണ്. പലരും വരുന്നുണ്ട്, ഷായ് ചേട്ടനൊക്കെ വരുന്നുണ്ട്. അവരെന്നോട് ചോദിച്ചത് പ്രദീപ് കുമാറിന് വേണ്ടിയിട്ടോ? അതിന്റെ ആവശ്യമില്ല, പ്രദീപ് കുമാർ ജയിക്കുമല്ലോ. അപ്പൊ കൃത്യമായി പത്രം വായിക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ കഥാപാത്രം, ഈ സഖാവ് എന്താണ് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോ, അല്ല എനിക്കറിയാം, അത് അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ അയാളല്ലേ വരേണ്ടത്. അപ്പൊ എന്നെ കുറച്ചു നേരം ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. അത് നടക്കാവ് സ്കൂള്, കാരപ്പറമ്പ് സ്കൂള്, കോട്ടപ്പറമ്പ് ആസ്പത്രി, ബീച്ച് ആസ്പത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമ സൗഹൃദ സംഗമങ്ങളിലൊക്കെ പ്രദീപിനെ കുറിച്ച് വാചാലനാവുമ്പോൾ എടുത്ത് പ്രയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്നോട് ഇന്ന് ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രദീപിനെതിരെ വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാനൊന്നും ആരും പോകേണ്ടി വരില്ല എന്നുള്ളതല്ലേ എന്നാണ് ചോദിച്ചത്. ഒരു കടുത്ത കോൺഗ്രസ് അനുഭാവിയുടെ മകളാണ് ഈ പ്രസ്തുത കഥാപാത്രം. പക്ഷെ ഇലക്ഷനിൽ പ്രദീപിനായിരിക്കും വോട്ടെന്നുണ്ട്. ആ മനസ്സ് എനിക്ക് തോന്നുന്നത് അത് കോഴിക്കോടിന്റെ മനസ്സായിട്ടുണ്ട്. കോഴിക്കോടിന്റെ സ്ത്രീ മനസ്സ്, അത് ജാതി മത വർഗീയതയുടെ ഒരു വിഷവും തങ്ങളുടെ ചൂണ്ടുവിരലിൽ പതിയാൻ തയ്യാറല്ലാത്ത കോഴിക്കോടിന്റെ മനസ്സ്, തെക്കൻ കേരളത്തിലെ ചില ഭാഗത്തൊക്കെയാണല്ലോ ഈ പറയുന്ന സാമുദായിക ശക്തികൾ നിശ്ചയിക്കും സ്ഥാനാർത്ഥിയെ, ഞങ്ങൾ വോട്ട് ചെയ്യും, വിജയിപ്പിക്കും, തോൽപ്പിക്കും എന്നൊക്കെ പറയുന്നത്. അതിനൊന്നും വടക്കൻ മലബാറിന്റെ മണ്ണ് ഇന്നേ വരെ അതിനൊന്നും ഒരു കസേരയിട്ട് കൊടുത്തിരുത്തിയിട്ടില്ല ഒരുത്തനെയും. അതുകൊണ്ട് ഉൾക്കാഴ്ചയും ദർശനവുമുള്ള മറ്റ് വ്യക്തിപരമായ അജണ്ടകളില്ലാതെ ഇത് സ്വത്ത് സമ്പാദനത്തിനും
കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള കച്ചവടമല്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രദീപിനെ തന്നെയാണ് നമുക്ക് ഇത്തവണ നമ്മുടെ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് ലോക്സഭ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇനി ആര് ഭരിച്ചാലും അതേക്കുറിച്ചൊക്കെ എപ്പോഴും സംശയങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കേ ഇന്ത്യയിൽ എന്താണ് കച്ചവടങ്ങൾ, ആളുകൾ ഇങ്ങനെ മണിക്കൂർ വെച്ചിട്ടാണ് കളം മാറി ചവിട്ടുന്നതും കുപ്പായം മാറുന്നതും കഴുത്തിൽ ഹാരം സ്വീകരിച്ച് കുഞ്ഞു നിൽക്കുന്നതൊക്കെ. ആ കഥകൾക്ക് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു കോഴിക്കോട്ടുകാരൻ അടുത്ത പാർലമെന്റിൽ നമ്മുടെ പ്രതിനിധി ഉണ്ടാവും. അത് പ്രദീപായിരിക്കും. ആ പ്രദീപ് നമുക്ക് നൽകാവുന്ന ആ ദർശനവും ഉൾക്കാഴ്ചയുമുള്ള ആ രാഷ്ട്രീയ പ്രവർത്തകൻ കൊണ്ടുവരുന്ന വികസനങ്ങൾ, നേട്ടങ്ങൾ നമ്മുടെ നാടിന് അനുഗ്രഹമാവും. അതുകൊണ്ട് പ്രദീപിന് വോട്ട് ചോദിക്കുകയല്ലാതെ എനിക്ക് ഈ വേദിയിൽ മറ്റു കാര്യങ്ങളില്ല. നന്ദി.